ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പൊതിച്ചോറ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. പൊതിച്ചോറൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അതിന് നമ്മൾ ഉണ്ടാക്കുന്നത് കോവയ്ക്കയാണ്. ഫസ്റ്റ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കോവയ്ക്കെല്ലാം ഇട്ട് കൊടുക്കാം. കോവയ്ക്കെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ഒന്ന് ഏകദേശം ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഫ്രൈ ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 5 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ചുട്ടത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതുപോലെയാണ് അരച്ചെടുക്കുന്നത്. തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഓംപ്ലേറ്റും കൂടി ഉണ്ടാക്കാം. പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. പൊതിച്ചോറിന് ഇത്രയും ഐറ്റംസാണ് എടുക്കുന്നത്. കോവയ്ക്ക ഫ്രൈ എടുത്തിട്ടുണ്ട്. മീൻ വറുത്തത് എടുത്തിട്ടുണ്ട്. മീൻ വറുത്തതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. മുളകും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ണിമാങ്ങ അച്ചാറാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കണ്ണിമാങ്ങ അച്ചാറിന്. ഇത് തേങ്ങാ ചമ്മന്തിയാണ്. ഓംലേറ്റും കൂടെ ഉണ്ട്. ഈ ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്കൊരു പൊതിച്ചോറ് കെട്ടിയാലോ. വാഴയില നന്നായി കഴുകിയതിന് ശേഷം നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല ചൂട് ചോറ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കോവയ്ക്കയും കൂടെ വെച്ച് കൊടുക്കാം. തേങ്ങാ ചമ്മന്തി നടുവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് വറുത്ത മുളകും കൂടെ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് മീൻ വറുത്തതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ണിമാങ്ങ അച്ചാറും കൂടെ വെച്ച് കൊടുക്കാം. ഓംലേറ്റും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ എല്ലാ കറികളും ഉണ്ടാക്കിയിട്ട് രാവിലെ പൊതിഞ്ഞ് വെച്ചതാണ് കേട്ടോ. ഈ പൊതിച്ചോറ് തുറക്കുമ്പോൾ വാഴയിലയുടെ സ്മെല്ല് ഒരു രക്ഷയില്ല കേട്ടോ. തുറക്കുമ്പോൾ തന്നെ അറിയാം ആ ചോറിൻ്റെ കൂടെ എല്ലാ കറികളും മിക്സായിട്ട് കാണാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു. നമ്മളുടെ കുഞ്ഞു പൊതിച്ചോറ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ്. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഫ്രണ്ട്സ്.